ഇന്ന് നമ്മൾ അടിപൊളി ഒരു റെസിപ്പി പരിചയപ്പെട്ടാലോ? പോകാം വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ്, ഞാൻ ഉപയോഗിക്കുന്നത് ആപ്പിള്, ബനാന, ഡേറ്റ്സ്, കുറച്ച് മുന്തിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് മാറ്റി വെക്കാം. ചെറിയൊരു പാൻ ചൂടാക്കുക. അതിൽ നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഇടുക. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാൻ എടുത്തേക്കുന്നത് ബദാമും കാഷ്യൂനട്ടുമാണ്. കുറച്ച് ചൂടാക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ചൂടായതിന് ശേഷം നമുക്കത് മിക്സിയിലെ ജാറിലോട്ട് മാറ്റാം. നമുക്കത് നന്നായിട്ടൊന്ന് പൊടിപ്പിച്ചെടുക്കണം. നന്നായിട്ട് പൊടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാൻ എടുക്കാം. പാനിൽ ഞാൻ 1.5 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്കിതിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യുക. പാല് നമുക്കൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചൊന്ന് വറ്റിച്ച് കുറുകി, ഇത് ലാസ്റ്റ് ഒന്ന് കുറുകി വരും. അതാണ് ഇതിൻ്റെ പരുവം. അതുവരെ പാല് നമുക്ക് തിളപ്പിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതെ നോക്കണം. ലാസ്റ്റ് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു മണത്തിനും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ്, പിന്നെ ഈ ക്രീം, കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർ രാത്രിയിൽ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ യൂസ് ചെയ്യാം. കേടൊന്നും ആകത്തില്ല. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.